ഇതിനകത്ത് മൊത്തം അതാടാ. ഇത് നോക്കി. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കായലിലോട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. കായലിലെ മീൻ പൊരിച്ച് തന്നെ ഒരു ആശ. അങ്ങനെ ശനിയാഴ്ച ചെയ്തുകൊണ്ട് കുറേ ഒഴിവ് ടൈം ഉണ്ടായിട്ട് നമ്മൾ നേരെ കായലിലോട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു കമ്പും വേണം. നമ്മൾ ചൂണ്ട മേടിച്ചിട്ടുണ്ട്. നമ്മൾ 40 രൂപ എടുത്ത് ചൂണ്ട മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കമ്പാണ്. കമ്പും പിന്നെ നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൊന്നുമല്ല. നമുക്ക് പോയിട്ട് മീൻ കിട്ടുമില്ല എന്നുള്ളത് അവിടെ പോയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോണ വഴിയിൽ കുറേ പട്ടിക്കുട്ടന്മാർ നോക്കി. അയ്യോ എത്രണ്ണം ഇവിടെ സുന്ദരന്മാരെ. എല്ലാം കടിക്കുന്നതാ. പോ കുറേ ഉണ്ട് ഗൈസ്. ശരി, അപ്പം നമുക്ക് കായലോട്ട് പോയിട്ട് കാണാം. എല്ലാം എന്താ പുറകെ വരുന്നത്. മക്കളെ പോ എല്ലാരും പോ. വീട്ടിൽ പോ. വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്, ഡോണച്ചി. പട്ടിക്കുട്ടിയാണെന്നോ. നമുക്കൊരു മുതുക്ക് കമ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം. ചൂണ്ടിടാൻ വേണ്ടി കമ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മീൻ പിടിക്കലാണ്. നമുക്ക് കായലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മീൻ പിടിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ അവിടെ വയൽ പോലുള്ളൊരു സ്ഥലവും അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കയറി പോകണം. അയ്യോ, എടാ ഇവിടെ മൊത്തം ആമ്പൽക്കുളമായടാ. ഇത് ആമ്പലാണ് താമരയാണ്. ഇതിന് മീൻ കിട്ടുമുണ്ട്. ചതിച്ചു. ഇവിടെ ആരുണ്ട് ആമ്പലിട്ടത്? അപ്പോൾ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ സ്പോട്ട് മൊത്തം താമര ആമ്പലുമായിട്ട് മൊത്തത്തിൽ ആമ്പലായി. അപ്പം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ ചെറിയ ഊട്ടയിലൂടെ നമുക്ക് ചൂണ്ടയിട്ട് പോകാൻ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും വന്നില്ലേ, വെറും കൈയോടെ പോകണ്ടെന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ചൂണ്ട കെട്ടാം. ഇത് കറക്റ്റായിട്ട് എങ്ങനെ കെട്ടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിതൊക്കെ ആദ്യമായിട്ട് ഉള്ള പരിപാടിയാണ്. എന്തോ ഹുക്കിന്റെ വലിപ്പം നോക്ക്. വലിയ ഹുക്ക് കുടുങ്ങുമെന്തോ. എടുക്കണ്ട, മറ്റെടുത്തു. നമുക്ക് ആദ്യം ഈ സുന പറ്റിയിടാം. ഇതെന്തിനാടാ എന്നിട്ട് കയറ്റി വെച്ച് കിട്ടിയാലോ? അതന്നെ. കുറച്ച് ബാക്കിങ് ആക്കണം. ഏത്? അങ്ങനെ തന്നെ. ഇത്രയും പോരെ? കുറച്ചുകൂടി ഇതൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അവിടെ ഈ മയിൽപ്പിലടി സാധനം എന്തിനാന്ന് അറിയാൻ വയ്യ. ഇതിനകത്ത് വെച്ചാൽ കിട്ടിയാൽ മതി. എടാ കുറച്ചുകൂടി ബാക്ക് ചെയ്യാവണം ഈ മയിൽപ്പിയുടെ സാധനം. ഇവിടെ കൊണ്ട് കിട്ടാൻ ഇത് വേണ്ടടാ, ഇതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ താവൂ. ഇതല്ലേ എവിടെ കൊണ്ട് വെച്ച് കെട്ടാനായി. ഇവിടെ ഇങ്ങനെ വെച്ചാൽ കേട്ടോ.
മറ്റേ ഉരുക്കി കളയടാ. നമ്മുടെ കളി ഇങ്ങനെ ചുറ്റണം. ചുറ്റിയിട്ട് കുറച്ച് ഉരുക്കിക്കോ. ചുറ്റിയിട്ട് ഉരുക്കാം. ഓക്കെ, സെറ്റ്. ഇതൊന്നും ഇല്ലടാ. കണ്ണിക്കൊക്കെ വംശനാശം സംഭവിച്ചതാണോ? കിട്ടി വരുന്നില്ലടാ. ആടാ പിടിച്ച് ഇന്ന് കമ്പും കൊള്ളിയൊക്കെ കയറി വരുന്നേ. മണ്ണിന്റെ പോയി അതിനകത്തുണ്ട്, ഉണ്ട്, കുറച്ചുണ്ട്. കുറച്ച് മുന്നോട്ട് മുന്നോട്ടിൽ ഇറങ്ങി വരത്തുള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട്. ആ ഒട്ട ഐഡിയ. മണ്ണിര പോയടാ. ആദ്യം നമുക്കേ വേറൊരു മണ്ണിര പോകാം. നമ്മുടെ മണ്ണിര പോയി ഗൈസ്. എന്ത് മണ്ണിര ഇല്ല. നമുക്ക് എവിടെയെങ്കിലും മണ്ണിര അപ്പം ആ സൈഡ് നോക്കണ്ട. അതി അവിടെ പോയിട്ട് കിട്ടിയില്ലേ നമുക്ക് മണ്ണിര ഇല്ല. ഇത് കണ്ടുപിടിക്കാം. എന്തോ ചാക്കോ. എടാ ഇത് നോക്ക്. സത്യം പറഞ്ഞ ഇത് എന്തിൻ്റെയൊന്നും അറിയത്തില്ല. ഇവിടെ ഇത് എന്തിൻ്റെ ഒരു പല്ലൊക്കെയാണ് ഇത്. എടാ ആദ്യം ഇവിടെ ഇതിനകത്ത് മൊത്തം അതാടാ. ഇവിടെ നോക്കി. ഇത് എന്തോ ഇത് മാൻമല്ലോ ഇത്. എടാ ഇവിടെ കൊണ്ട് കളയണമെങ്കിൽ അതെന്തേലും പോടാ. ആടാടാ. ഇത് എന്തിന്റെ തലയൊന്നും അറിയാൻ വയ്യ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഇത് എന്തിനെങ്കിലും കൊന്നിട്ടുണ്ടിട്ടേക്കുവാണോ അതോ കറക്റ്റ് കാര്യം എന്തോന്ന് അറിയാൻ വയ്യ. ഏതാണ്ട് ഇവിടെ എടാ ഇതൊന്ന് കാണിച്ചേണ്ടാ. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് വല്ല്, ഈ അറ്റത്ത് കുറച്ച് വല്ല്. നീ എടുത്തേ. എന്തോ വേസ്റ്റ് കൊണ്ടിട്ട പോലെ. ആടാ വേസ്റ്റ് കൊണ്ടിട്ടാടാ. നിറയെ അല്ലാടാ. എന്തോ വേസ്റ്റ് കൊണ്ടോ. അല്ലടാ ഇത് ഗൈസ്, അത് കറക്റ്റ് എന്തിനെയോ കൊന്നിട്ട് കൊണ്ടിട്ടേക്കുവാന്ന് തോന്നുന്നു. പട്ടിയാണോ പശുവാണോ എന്തോന്ന് കറക്റ്റ് അറിയാൻ വയ്യ. എന്തിനെയോ കൊന്നിട്ട് കണ്ട അതിൻ്റെ കഴുത്തി കെട്ടിയിരുന്ന കയറ് കണ്ട് ഇവിടെ നമുക്ക് കാണാം. ഇത് പട്ടിയാണോ പശുവാണോ ആടിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. എന്തിൻ്റെയും കണ്ടാണ് അതിനകത്ത് ഫുള്ള് അതിൻ്റെ വേസ്റ്റ് ഫുള്ളാണ് അത്. പിന്നെ ഇതെന്തോ കറക്റ്റ് സംഭവം അറിയാൻ വയ്യ. ഇവിടെ ഇത് ഈ സൈഡിലെ ഒരു പല്ല്, ഇവിടെയും കുറച്ച് പല്ല്. ഇത് എന്തിൻ്റെയെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം നമ്മൾ ഈ സ്ഥലം വിട്ട് പോവാണ്. നമുക്ക് മീനും കിട്ടിയില്ല. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. കാരണം അത് മൊത്തം അവിടെ മൊത്തം ആമ്പലും താമരയൊക്കെ ആയിട്ട് ഫുള്ള് മൂടിയിരിക്കുക സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിവിടെ നിൽക്കുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ സൈഡിലോട്ടൊന്നും അധികം വരാറില്ല. നമ്മൾ അപ്പുറ സൈഡിലായിരുന്നു കഴിഞ്ഞോട്ട് മീൻ പിടിക്കാൻ പോയത്. ഇപ്പോൾ ഇവിടെ ഇത് എന്തിനെ കൊന്നിട്ട് കൊണ്ടിട്ടേക്കോന്നോ അതോ അതിൻ്റെ ഇറച്ചിയെല്ലാം എടുത്തിട്ട് കൊണ്ടിട്ടേക്കോന്ന് അറിയാൻ വയ്യ. പക്ഷേ ഗൈസ്, അപ്പോൾ തിരിച്ച് ഞാൻ റൂമിൽ വന്ന് അസ്ഥികൂടം അത് കണ്ടപ്പം ഒരുമാതിരി ആയിപ്പോയി. ഇത് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. അത് ആ
നിങ്ങൾ കണ്ടു കാണും ആ ചാക്കിനകത്ത് അസ്ഥികൂടത്തിൻ്റെ കൂടെ അതിൻ്റെ കഴുത്തി കെട്ടിയിരുന്ന ഒരു കയറുണ്ടല്ലോ, അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ അത് ഏതൊരു വീട്ടിൽ വളർത്തുന്ന ചിലപ്പോൾ പശു ആയിരിക്കാം, അല്ലെങ്കിൽ ആടായിരിക്കാം, പട്ടിയായിരിക്കാം. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ആ അസ്ഥികൂടം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോന്നും മനസ്സിലായില്ല കറക്റ്റ്. അപ്പം മാക്സിമം നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന നായ്ക്ക അത് മരിച്ചു കഴിഞ്ഞാലോ ഒരു കാരണവശാലും ഇങ്ങനൊന്നും വെളിയിൽ കൊണ്ട് തള്ളരുത്. ഈ പൊതുസ്ഥലത്തും ആൾക്കാരും സ്ഥലത്തും ദയവായിട്ട് കൊണ്ട് തള്ളരുത്. നിങ്ങൾക്ക് അഥവാ ഇല്ലെങ്കിൽ അതിനായിട്ടുള്ള സ്ഥലങ്ങൾ വേറെ കുറേ ഉണ്ട്, വേസ്റ്റ് ഇടുന്ന കുറേ സ്ഥലം അവിടെ കൊണ്ട് തള്ളണം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുഴിച്ചിടണം. വെറുതെ ഇത് പൊതുസ്ഥലത്ത് ഇട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് കൂടെ ഒരുമാതിരി നെഗറ്റീവ് ഉണ്ടാക്കരുത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറേ നാൾ നിന്നൊരു ജീവിയായിരിക്കും അത്. അതിനൊക്കെ കുറച്ചൊരു വില കൽപ്പിക്കണം. ഇവിടെ ഉള്ളവരെന്താ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ കാണും. അപ്പം മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ കണ്ടത് വേറെ കാര്യങ്ങളും. പക്ഷെ നമ്മൾ അന്ന് ഇതിന് മുന്നേ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ആ സ്ഥലത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്തായിരുന്നു നമ്മൾ കയറി മീൻ പിടിച്ചത്. അന്ന് 2-3 മീനെ കിട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് പോയപ്പോൾ അവിടെ മൊത്തം അവിടെ ആമ്പലായിരുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ച് അപ്പുറത്ത് വന്നപ്പോൾ അവിടെ മൊത്തം ആമ്പലായിരുന്നു. ആമ്പലും താമരയൊക്കെ കിളിച്ച് നിന്ന് മൊത്തത്തിൽ അത് പോയി. അവിടെ മീൻ കിട്ടും, കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും. പിന്നെ നമ്മൾ അത് കണ്ട് മടുത്തുപോയി. അതുകൊണ്ട് നേരെ തിരിച്ച് റൂമിൽ വന്ന്. അപ്പം നമ്മൾ വേറൊരു ദിവസം കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് ഇനി വെള്ളമൊക്കെ കയറട്ടെ. അപ്പത്തിന് നമുക്ക് വീണ്ടും വേറൊരു ദിവസം നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നതാണ്. പിന്നെ ഞാൻ അതിനക്ക് വലിയ മീൻപിടുത്തക്കാരനൊന്നുമല്ല, ജസ്റ്റ് അതിനൊക്കെ ഇതിന് മുന്നേ കൂട്ടുകാരൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയിട്ടേ ഉള്ളൂ, അൻഷിഫിൻ്റെ കൂടെ. പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും നാട്ടിലൊന്നും പോയിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും ശക്തിയായിട്ട് തിരിച്ചു വരാം. വേറൊരു ദിവസം നമുക്ക് മീൻ പിടിക്കാൻ പോകുന്ന കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.